ഹലോ, എല്ലാവരും ഇപ്പോൾ ട്രെൻഡിന് പുറകെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മസ്കബൻ കേട്ടോ. എൻ്റെ മുഖത്തുള്ള ഈ ഒരു സന്തോഷം മസ്കബൻ ഉണ്ടാക്കുന്നതെന്നല്ല, ഞാനൊരു 5 വർഷം മുന്നേ ഞാനൊരു ഹോം ബേക്കറായിരുന്നു. ഒരു കേക്കെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് ശേഷം കൂട്ടിലായ ബീച്ചർ എടുത്ത സന്തോഷമായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് മസ്കബൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അൺസോൾട്ടഡ് ബട്ടറും മിൽക്ക് മെയ്ഡും അതുപോലെ ബന്നും മാത്രം മതി. അപ്പോൾ ബട്ടർ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് ലാഭം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. അപ്പം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നമ്മൾ ബീറ്റർ തന്നെ എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ പണ്ടൊക്കെ ടിന്നിലല്ലേ കിട്ടുക. പണ്ടല്ല, ഇപ്പോഴും ടിന്നിലാണ് കിട്ടുക. എന്നിട്ട് അത് ജസ്റ്റ് അതിൻ്റെ അച്ഛൻ തുടയ്ക്കുമ്പോൾ നമ്മളെ കൈയൊക്കെ മുറിയില്ലേ. അപ്പം ഇപ്പോൾ സേഫാണ്, കാരണം ഇങ്ങനത്തെ പാക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ മിൽക്ക് മെയ്ഡും കൂടി വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം സോഫ്റ്റായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ബണ്ണിലേക്ക് തേച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒട്ടും പിശുക്കൊന്നും കാണിക്കേണ്ട, നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ. ലാവിഷായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ സൈഡിലൂടെയും കുറച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം തുടങ്ങിയത് നമ്മളിവിടെ ചായ കപ്പിൾസ് ആണെങ്കിലും ഇപ്പം എവിടെ നോക്കിയാലും മസ്കാബനും ഇറാനി ചായ കേട്ടോ. അപ്പം ഇത് ഹൈദരാബാദിൽ ഒറിജിനേറ്റ് ചെയ്തതാണെങ്കിലും നമ്മളിവിടെ കോമൺ ആയി അങ്ങനെ കുറേ പേർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയായിട്ടോ ഇത്. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഇത് ഒരു വട്ടം കഴിച്ച് നോക്കിയാണെങ്കിലും ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആട്ടോ. ഭയങ്കരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇറാനി ചായ ഒന്നും ഉണ്ടാക്കിയില്ല, നമ്മളെ സാധാ ചായയിലാട്ടോ ഇത് മുക്കി കഴിച്ചത്. ചായൻ്റെ കൂടെ മുക്കി കഴിക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷേ ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ആരെങ്കിലും മസ്കബൻ കഴിക്കുകയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ഐറ്റമാണ്. നമുക്ക് ചായയുടെ കൂടെ കഴിച്ചില്ലെങ്കിലും ഇറാനി ചായ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാ ചായൻ്റെ കൂടെയും ഇത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചായ ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും ഇത് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. കഴിച്ചാൽ നിങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, എൻ്റെ ലൈഫിലേക്ക് ക്ഷണിക്കാതെ ഒരു അതിഥി കൂടി കടന്നു വന്നിട്ടുണ്ട്. ഈ ഒരു കുരു കേട്ടോ. അത് 1 2 3 4 കുരു ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, പുറത്തുനിന്നുള്ള ഫുഡും അതുപോലെ ഈ ബട്ടർ ഗീ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് കഴിച്ചാലും കുരു താനെ വരും കേട്ടോ എനിക്ക്. അതുമാത്രമല്ല, വിനയൻ്റെ ബ്രൈറ്റ് ബീൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുരുവിനെ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ വലിയ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വന്നില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് വന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചേച്ചാ ബൈ, സീ യു.